ഹലോ ഹലോ, ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ചെറിയ യാത്രയിലാണ്. ട്രിവാൻഡ്രം വരെ പോകണം. ചെറിയൊരു കറക്കമുണ്ട്, കുറച്ച് സാധനങ്ങൾ മേടിക്കണം, അങ്ങനെ ചെറിയ പരിപാടികളുണ്ട്. നമുക്ക് ചെറിയൊരു എന്താ പറയാനാ, കുറേ ചെറിയായി. ഞങ്ങളിപ്പം എന്തോ ഞങ്ങൾ ചെറിയൊരു ബിസിനസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതിന്റെ പിറകെ നിന്നാണ്, അതിന്റെ ചെറിയ പണിപ്പുരയിലാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനും അതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോണേ. അപ്പൊ എന്താണ് നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ, എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ അതിനകത്ത് നടക്കണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ കാണാം, അങ്ങോട്ട് പോകുമ്പോ ഓരോന്നായിട്ട് കാണാം. പിന്നെ ഞങ്ങൾ ആ ബിസിനസിന്റെ ഇത് ഉടനെ നിങ്ങൾ അറിയിക്കുന്നതാണ്. പേജും കാര്യങ്ങളൊക്കെ ഉടനെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ കാണാം എന്താണ് നമ്മുടെ ബിസിനസ് എന്നും അപ്പൊ അറിയാം. ഓക്കെ. അപ്പൊ ഇനി എവിടെയെങ്കിലും ഒക്കെ വെച്ച് അടുത്ത് നമ്മൾ ഇനി എവിടെയെങ്കിലും എത്തിയിട്ട് ബാക്കി വ്ലോഗ് എടുക്കാം. ഓക്കെ, ബൈ ബൈ. ഓടി വേണോ മച്ചന്മാരെ? നമ്മളൊരു ആനയെ കണ്ടിരിക്കുന്നു. ആനയുടെ കുണ്ടി മാത്രമേ കാണാവൂ. ഏതോ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പാണെന്ന് തോന്നുന്നു. ആനയുടെ ഫ്രണ്ട് കാണുവാണെങ്കിൽ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങളെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആന ചെറുതായിട്ട് ഞങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനായിട്ടൊരു വഴിയില്ല. ആന പോയി. ഇപ്പോൾ ഒരു ആന ടിപ്പറായി. ഇത്ര നേരം വോയിസ് അടിച്ച ആളാണ് ഇതായിരിക്കുന്നേ. ചമ്മിപ്പോയി ഗൈസ്, ഞാൻ ചെറുതായിട്ട് ചമ്മിപ്പോയി. ഞാൻ കണ്ടില്ല, സെൽഫി വീഡിയോ വന്നത് കണ്ടില്ല. ഓടിയാക്കി അങ്ങ് ഭയങ്കര അങ്ങ് വായിട്ടങ്ങ് എന്നെ കണ്ടു കഴിഞ്ഞാൽ തോന്നി ഞാൻ ഉറക്കം എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. കുളിച്ചില്ല ഗൈസ്? ഞാൻ കുളിച്ചു. പുറത്ത് പോയിറങ്ങിയതാണ്, കുളിച്ചില്ല. ഞാൻ കുളിച്ചു. കുളിക്കാത്ത മങ്കയാണ് ഈ മങ്ക. മകത്തിൽ പിറന്ന ആന പിന്നെയും വന്നു ഗൈസ്. ആന വന്നു ഗൈസ്. ആനയെ നമുക്ക് കാണിച്ചു തരാം. ആന നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. ആനയെ കണ്ടോളൂ. കൊമ്പനാനയാണ്. അടിപൊളിയാണ് ആനയെ കാണാൻ. ആന പൊളിയാണ്. എന്തോ രൂപങ്ങളും കൃഷ്ണനാണെന്ന് തോന്നുന്നു. അടുത്ത് നമ്മുടെ മുരുകനാണ്. അടുത്തൊരു നമ്മുടെ ഹനുമാനാണ്. ഹനുമാനും രാവണനാണെന്ന് തോന്നുന്നു. ശിവനാണ് ഗൈസ് അടുത്ത് കണ്ടത്. എന്തോ ഘോഷയാത്രയാണ് വലിയ കാര്യമായിട്ടൊക്കെ. ഞങ്ങളങ്ങനെ ബ്ലോക്ക് താണ്ടി ഇതാ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടു. സ്ഥലത്തിന്റെ പേര് ഉദിയൻ കുളങ്ങര. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ചുമ്മാ കമന്റ് ചെയ്തോ. അല്ലേ? ഘോഷയാത്രയുടെ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടില്ല. അതിന് ഫ്രണ്ടില് എന്തോ ചെണ്ടമേളം കേൾക്കണുണ്ട്. ചെണ്ടമേളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബ്ലോക്ക് കഴിഞ്ഞെന്ന് വിചാരിച്ചതാണ്. പിന്നെയും ബ്ലോക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ബ്ലോക്ക് കുറയുന്നില്ല. എന്തുവാണ്? ഘോഷയാത്രയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നു. ചിങ്കാരിമേളമാണ്. സാധനം അടിപൊളിയാണ്. മിക്കി മൗസ് ഒക്കെ ഉണ്ട്. മിക്കി മൗസും ഉണ്ട്, മിക്കി മൗസിയും ഉണ്ട്. അല്ല, അത് മിക്കി മൗസ് എന്നല്ല പറയണ, വേറെന്തോ പേരാണ്. എനിക്കറിയാന്നുള്ള മിക്കി മൗസ് ആണ്. അല്ല, മിക്കി മൗസും മിക്കി മൗസിന്റെ പെണ്ണിന് വേറെന്താണ് പേര്? മിക്കി ഗേളും മിക്കി ബോയും പോകുന്നുണ്ട് ഗൈസ്. ചെണ്ടമേളം കൊള്ളാം. കൊച്ചു ചെറുക്കന്മാരാണ്. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ബ്ലോക്ക് കഴിഞ്ഞ് നമ്മള് മെയിൻ റോഡിൽ എത്തിയിരിക്കുകയാണ്. ഹാർട്ടിലെ ബ്ലോക്ക് മാറ്റി വേറെയാണ് സംസാരം. ചളി ഇന്ന് മൊത്തം ചളി വാരി വിതറുക. നമ്മള് ഉദയംകുളങ്ങര ജംഗ്ഷൻ. ഹലോ, നമ്മളിതുവരെ എത്തിയിട്ടില്ല. ഞങ്ങളിതുവരെ ഒരിടത്ത് എത്തിയിട്ടില്ല. ബ്ലോക്കിലാണ്. പിന്നെയും ബ്ലോക്കിലാണ്. ഫേമസ് ആയ ഒരു ബ്ലോക്ക് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. അത് പറഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും കത്തി കാണും. ബാലരാമപുരം ബ്ലോക്ക്. അതൊരു മെയിൻ ബ്ലോക്ക് ആണ്. ഒന്നൊന്നര ബ്ലോക്ക് ഏരിയ ആണ്.
എന്നാലും ഇന്നത്ര വലിയ ബ്ലോക്ക് ഇല്ല. എന്നാലും ബ്ലോക്ക് ഉണ്ട്. എന്നാലും ഉണ്ട്. ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് സ്ഥിരമുള്ളതാണ് ഈ സംഭവം. ഈ ബ്ലോക്കില് കാറും കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് പണ്ടാരുണങ്ങിപ്പോവും. ഈ ഇരുന്ന് ഇങ്ങനെ ചവിട്ടി 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 ചവിട്ടി. പിന്നെ കുഴപ്പമില്ല, ഇനിയിപ്പോ കഴിയും. ബ്ലോക്ക് കഴിയാനായി, ഞങ്ങൾ ജംഗ്ഷനിലോട്ട് അടുക്കാനായി. ഇതൊരു ചെറിയ റോഡാണ്, അതാണ് കാര്യം. എന്ന് വെച്ചാൽ ഇതിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടും വലിയ റോഡാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടായാലും വലിയ റോഡാണ്. അപ്പം ഈ ഗ്യാപ്പിൽ ഇടയ്ക്ക് ഒരു ഭാഗത്ത് മാത്രം ഒരു ചെറിയ റോഡാണ്. അപ്പൊ അതാണ് ഭയങ്കര ബ്ലോക്ക് ആയി പോകുന്നത്. ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നേറ്റിങ്ങരയിൽ നിന്ന് ഇങ്ങോട്ട്, ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട്, അതാണ് ഗൈസ് ഉദ്ദേശിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞു. നമ്മളതാ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മള് ഞങ്ങള് ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുന്നു. ഭയങ്കര മഴ, ഭയങ്കര ബ്ലോക്ക്, മൊത്തത്തിൽ അലമ്പായിരുന്നു. നമ്മള് കൊട എടുക്കാൻ മറന്നു, കൊട എടുത്തിട്ടില്ല. അങ്ങനെ ഇറങ്ങാനിടത്തൊക്കെ ഇനി എങ്ങനെ ഇറങ്ങുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും ഇറങ്ങും നമ്മള്. ഇതുവരെ വന്നേല്ലേ, മഴ കാണാൻ എന്തോന്ന് ഓരോന്നും മഴ കണ്ടിട്ടില്ലേ. ട്രിവാൻഡ്രം സിറ്റി. ഇപ്പൊ സമയം 6:30 എന്തോ FM സമയം 6:95.3 ബിഗ് FM. അപ്പൊ നമ്മള് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളപ്പോ അടുത്തിനി എവിടെയെങ്കിലും ഇറങ്ങുവാണെങ്കിൽ കാണിച്ചു തരാം. വീഡിയോ എടുക്കാൻ പാടായിരിക്കും, മഴയൊക്കെ ആയതുകൊണ്ട് കുടയുമില്ല, എന്താവോന്നറിയില്ല. സോ അടുത്ത് എവിടെയെങ്കിലും ഇറങ്ങുവാണെങ്കിൽ. ഞങ്ങളങ്ങനെ മഴയൊക്കെ തോർന്നപ്പോൾ ചാലക്കകത്തോട്ട് ഇറങ്ങി. ചാലയിൽ ഇതാ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങൾ നോക്കണം, പക്ഷേ കടകളൊക്കെ അടച്ചും തുടങ്ങി. നമ്മൾ നോക്കിയ സാധനം ഉള്ള ഷോപ്പ് ഇതുവരെ കണ്ടു കിട്ടിയില്ല. മൊത്തത്തില് ഇറുകിയിരിക്കുകയാണ് കൈ. പക്ഷെ വേറൊരു സാധനം കണ്ടുപിടിച്ചു. നമുക്ക് ആവശ്യമുള്ള വേറെ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പ്രതീക്ഷിക്കാൻ കിട്ടിയതാണ്. നോക്കാം, കിട്ടുമോന്ന് നോക്കാം, ഇല്ലെങ്കിൽ പോവാം. ഓക്കെ, ഞങ്ങളെ തപ്പട്ടെ, കിട്ടുമോ നോക്കട്ടെ. സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് പോലും അറിയില്ല. അപ്പൊ ശരി, ഞങ്ങളൊന്ന് കറങ്ങട്ടെ, നോക്കട്ടെ. ഓക്കെ, അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. മഴയൊക്കെ മാറി. ഇപ്പൊ ട്രിവാൻഡ്രം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് ട്രിവാൻഡ്രം സിറ്റി അല്ല, അതിന് ഇടയ്ക്കുള്ള സ്ഥലമാണ്. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ മൗനവ്രതത്തിലാണ്. കുറച്ച് മുന്നേ വളവളാന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പം മൗനവ്രതത്തിലോട്ട് കയറി. അച്ഛാ അപ്പൊ ശരി, ഇനി അടുത്ത് നമ്മൾ ചിലപ്പോ ലുലുവിൽ ഇറങ്ങും അല്ലേ, അപ്പോഴേ കാണാം. Sunlight dances through the window. Lazy haze filled up the room. Got no plans, just me and you. Time slows down.